ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇപ്പോഴത്തെ മാച്ച് ഇന്ത്യ ശ്രീലങ്ക മാച്ച് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും വൈ നോട്ട് സഞ്ജു സാംസൺ, എന്തുകൊണ്ട് സഞ്ജു സാംസൺ കളിക്കുന്നില്ല എന്നുള്ള കാര്യം. അതോ കളിക്കുന്നില്ല എന്നുള്ളതാണോ, കളിപ്പിക്കാത്തതാണോ? അതാണ് നമ്മൾ മലയാളികൾ പറയുന്നുണ്ട് സഞ്ജു സാംസണെ പരിഗണിക്കുന്നില്ല, കളിപ്പിക്കുന്നില്ല എന്നുള്ളത്. അത് ശരിവെക്കുന്ന രീതി തന്നെയാണ്. കാരണം പുള്ളീനെ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കിടക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വരുക, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കിടന്ന് എന്താ പറയുക BCCIയിൽ ഇതുപോലെ പ്രഷർ, അതായത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടെ അവരെ നന്നായിട്ട് പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അവർക്ക് എന്താ പറയുക സഞ്ജുവിനെ കൊണ്ടുപോകണം, സഞ്ജുവിന് അത്യാവശ്യം പോപ്പുലാരിറ്റിയും കൂടെ ഉള്ളത് കൊണ്ട് സഞ്ജുവിനെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. കാരണം ഇത്രയും നല്ലൊരു പ്ലെയറിനെ കളിപ്പിക്കാതെ, അവസരങ്ങൾ നൽകാതെ എന്തിനാണ് ഇപ്പോൾ ഈ മറ്റു പ്ലെയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയാണോ? അതും വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. കാരണം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർക്ക് അവസരങ്ങൾ കൊടുക്കാതെ, എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് ഋഷഭ് പന്തിന് അപകടം നടന്നിരുന്ന സമയത്ത് പിന്നീട് സഞ്ജു ഒരു ഓപ്ഷനായിരുന്നു. പക്ഷേ എങ്കിൽ പോലും സഞ്ജുവിനെ കളിപ്പിക്കാതെ മാറ്റി നിർത്തി. അവസാനം ഋഷഭ് പന്ത് വന്ന സമയത്താണെങ്കിൽ വേൾഡ് കപ്പിന് പോയ സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വേൾഡ് കപ്പിൽ ഫസ്റ്റ് ചോയ്സ് സഞ്ജു സാംസൺ ആണെന്നുള്ള രീതിയിൽ തന്നെ നിന്നിട്ട് അവസാനം സഞ്ജുവിനെ തടയുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ എന്നിരുന്നാലും പുള്ളി ഒരിക്കലും അതിനെക്കുറിച്ചൊരു എന്താ പറയുക ഇങ്ങനെ പ്രശ്നം പുള്ളിയുടേതായ രീതിയിൽ പുള്ളി ഒരു നിരാശ കാണിക്കാതെ വീണ്ടും പുള്ളി ടീമിൻ്റെ കൂടെ തന്നെ അത് മനസ്സിലുണ്ടാവും, പക്ഷേ കാണിക്കുന്നില്ല. കിട്ടുന്ന അവസരം മുതലാക്കാനായിട്ട് പരമാവധി പുള്ളി ശ്രമിക്കുന്നുണ്ട്, ചിലത് പരാജയപ്പെടുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ പരമാവധി പുള്ളീനെ വിമർശിക്കുക എന്നുള്ളതാണ്. പുള്ളിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന, ചങ്ക് പറിച്ച് നിൽക്കുന്ന പല മലയാളികളുണ്ട്. അതിൻ്റെ നമുക്ക് കാണാം പുള്ളിയുടെ ഓരോ പ്രകടനത്തിലും. പുള്ളി നന്നായിട്ട് കളിച്ചാലും, പുള്ളിയുടെ കളി എവിടെയെങ്കിലും ഒന്ന് മോശമായി പോയാലും പുള്ളിയുടെ കൂടെ നമ്മൾ കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് മലയാളികളുണ്ട്. ബാക്കി മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻസ് പലരും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ മലയാളികൾ കൂടെ നിൽക്കേണ്ട സാഹചര്യത്തിൽ മലയാളികൾ എടുത്തിട്ട് പുള്ളീനെ അലക്കുന്ന നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പുള്ളി അവിടെ വരെ എത്തിയത് പുള്ളി ആരുടെ റെക്കമെൻഡേഷനിലല്ല, സ്വയമേ അധ്വാനിച്ച് കളിച്ച് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് പുള്ളി അവിടെ ഇന്ത്യൻ ടീം വരെയൊക്കെ എത്തിയത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും അവഗണനയാണ്. എങ്കിലും സഞ്ജുവിനെ പോലെ ഒരു പ്ലെയർ പിടിച്ചു നിൽക്കും, മനസാന്നിധ്യം കൈവിടാതെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. ഇന്നത്തെ മാച്ചിലാണെങ്കിൽ പോലും എന്താ പറയുക, പുള്ളി നമ്മൾ പ്രതീക്ഷിക്കും പുള്ളി കളിക്കുന്നു, പക്ഷേ പുള്ളിയെ കളിപ്പിക്കത്തില്ല. ഇപ്പം എന്താ പറയുക, ഏകദിനത്തിൽ അത്യാവശ്യം പുള്ളി കളിച്ച കളികളൊക്കെ നന്നായിട്ടാണ് കളിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ബാറ്റിംഗ് ആവറേജും അല്ലെങ്കിൽ അത്യാവശ്യം റണ്ണ് സ്കോർ ചെയ്യാൻ കഴിവുള്ള ഒരു താരമായിട്ട് പുള്ളീനെ കളിപ്പിക്കാതെ മാറ്റി നിർത്തുവാണ്. അപ്പം അങ്ങനെ എന്ത് പ്ലേ ആണ് BCCI കളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി നടക്കുന്നു, അല്ലാതെ വേറെ പൊളിറ്റിക്കൽ പ്ലേ നടക്കുന്നു എന്ന് പറയുന്നതാണ്. എന്നിരുന്നാലും സഞ്ജു ഉള്ളിടത്തോളം കാലം നമ്മൾ മലയാളികൾ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിൽ നിൽക്കുക. കാരണം പുള്ളി ഫൈറ്റ് ചെയ്യുക, പുള്ളി ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് അവസരം കിട്ടാതെ വരുമ്പോൾ സാധാരണ ഒരു പൊട്ടിത്തെറിക്കാൻ വേണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലിട്ട് ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി അതൊന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മലയാളികൾ പുള്ളിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കണം. കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പുള്ളി കളിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ പോയി കളിക്കാമെന്നല്ല പറഞ്ഞാൽ, പുള്ളി കളിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ മലയാളികൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഗാലറി ഇരുന്ന് കൈയടിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അതിന് പകരം നമ്മളിട്ട് ചവിട്ടി തേക്കാതെ പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് നോക്കുക. നല്ലൊരു പ്ലെയറാണ്, ഇനി എന്തായാലും നല്ലൊരു ക്യാപ്റ്റനാണെന്നും കൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് IPL കൂടെ. അപ്പം എങ്ങനെ പോയാലും പുള്ളിക്ക് അവസരം മുന്നോട്ടേക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുക സഞ്ജു സാംസൺ അടിപൊളിയായിട്ട് കളിക്കട്ടെ.